കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയ റെസിപ്പി ആയിട്ട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കടലക്കൂട്ടുകറി കുറച്ചേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ? കാണാത്തവരുണ്ടെങ്കിൽ അത് മറക്കാതെ കാണണം കേട്ടോ. പിന്നെ ഓണം സീരീസിലെ 8ാമത്തെ റെസിപ്പിയാണിത്. ഇനി 2 റെസിപ്പീസും കൂടെ വരാനുണ്ട്. അത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ മാക്സിമം നാളെ രാവിലെ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ബാക്ക് ടു ബാക്ക് ആണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. വീഡിയോസൊക്കെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മൈമാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അടിച്ചാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീട്രൂട്ട് കൊണ്ടിട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഓണം സീരീസിൽ നമ്മൾ വെള്ളരിക്ക വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും മറക്കാതെ ആ വീഡിയോയും കൂടെ കാണുക. അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായി ഒരു ബീട്രൂട്ട് എടുത്ത് തോല് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1 കപ്പ് ബീട്രൂട്ട് മതി കേട്ടോ നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ബീട്രൂട്ടിൻ്റെ പകുതി മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിനായി 1 ഗ്ലാസ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കൂട്ടത്തിൽ തന്നെ 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുകും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്ത ശേഷം നമുക്കിത് വേവിച്ച് വെച്ച ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പുളിപ്പിന് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഏകദേശം 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം 1 സ്പൂൺ കടുകും ചേർത്ത് 3 വറ്റൽമുളകും ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുത്ത് നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തടുത്ത റെസിപ്പീസ് പുറകെ തന്നെ വരുന്നുണ്ട്. എല്ലാവരും മിസ് ചെയ്യാതെ കാണുക കേട്ടോ. ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മൈമാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.